ദേവുവിൻ്റെ സ്കൂളിലേക്ക് നാളെ ഒരു ചലിക്കുന്ന പുഴുവിനെ ഉണ്ടാക്കി കൊണ്ടുപോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തോന്നി നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്ത് തരാമെന്ന്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് എളുപ്പമാകുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതിനാവശ്യമായിട്ടുള്ളത് ടിഷ്യൂ പേപ്പർ, അതുപോലെ ഇർക്കിൾ, പിന്നെ കളർ A4 ഷീറ്റ്, സ്കെച്ച്, ഫെവിക്കോളും പിന്നെ കത്രികയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചലിക്കുന്ന പുഴു, അപ്പോൾ പുഴുവിനെ ഉണ്ടാക്കണമല്ലോ. പുഴുവിനെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈർക്കിളിയിലെ ടിഷ്യൂ പേപ്പർ വന്നിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. ഓക്കെ, നല്ല നൈസായിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുത്താൽ മതി. ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ മുഴുവനായിട്ട് എടുക്കുന്നില്ല കേട്ടോ. ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പകുതി ഇതുപോലെ ഇങ്ങനെ നമുക്ക് ചുറ്റിച്ചെടുക്കാം. ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അത് ഒട്ടിക്കണമല്ലോ. അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പശ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫെവിക്കോളാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഫെവിക്കോള് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു നനവുണ്ടാകും. ഇപ്പോൾ ടിഷ്യൂ പേപ്പർ നമ്മളൊരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് നനവായി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ അങ്ങോട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ വളരെ കുറച്ചെടുത്തിട്ട് നമുക്ക് ഇടാൻ മതി കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം ഉള്ളത് ഗ്രീൻ കളർ A4 ഷീറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കത് മുഴുവനായിട്ട് ആവശ്യമൊന്നുമില്ല, അതിൻ്റെ ഒരു പകുതി മാത്രം മതി. അപ്പോൾ ഞാനത് സിസർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. മക്കളുടെ ഇടയിൽ കൂടെ വരുന്നുണ്ട്, അവർ ഇതിലൊക്കെ ഒന്ന് കളിക്കാനോ കാണാനോ ഒക്കെ വിചാരിച്ചിട്ട് വരികയാണേ. ഓക്കെ, നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പകുതിയുള്ള A4 ഷീറ്റ് ഉണ്ടല്ലോ, ആ പകുതി ഭാഗത്ത് നമ്മളൊരു ഇല നമ്മൾ വെട്ടിയെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇലയുടെ ഷേപ്പിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് വരച്ചു കൊടുത്തിട്ട് ഇല വെട്ടിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇലയുടെ ഷേപ്പിൽ നിങ്ങൾക്ക് വെട്ടാമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെട്ടിയെടുക്കാം കേട്ടോ. എനിക്ക് വരയ്ക്കാൻ കുറച്ച് മടിയായ കാരണം കൊണ്ട് ഞാനത് അതുപോലെ ആ ഷേപ്പിലേക്ക് അങ്ങനെ എടുക്കുകയാണേ. ഓക്കെ, പിന്നെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഇലയേക്കാളും കുറച്ച് ചുരുണ്ടിരിക്കുമ്പോൾ രസം ഉണ്ടാവുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാനത് ഇങ്ങനെ ഓരോ ചെറിയ മടക്കുകളായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മടക്കി വരുവാകുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ നിവർത്തി കാണിച്ചു തരാം കേട്ടോ. നിവർത്തുമ്പോൾ കണ്ടോ, ഇതുപോലെ ഒരു ചുരുണ്ട നല്ല ഭംഗിയുള്ള ഇലയായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തു. ഇനി ഞാൻ ആ ടിഷ്യൂ പേപ്പർ വന്നിട്ട് ഈർക്കിളിൽ നിന്ന് എടുക്കുവാണേ. അപ്പോൾ നമുക്ക് ആ ടിഷ്യൂ പേപ്പറോട് ഉണ്ടാക്കിയ പുഴുവിനെ കുറച്ച് ഭംഗിയാക്കാം. അപ്പോൾ നമ്മൾ ഉള്ള സ്കെച്ചൊക്കെ യൂസ് ചെയ്തിട്ട് കണ്ണൊക്കെ വരച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ ഭംഗിയാക്കാൻ പറ്റും അതുപോലെ. അപ്പോൾ ഓരോരുത്തരുടെയും ഐഡിയ ആണ് കേട്ടോ ഏതൊക്കെ കളർ യൂസ് ചെയ്യുക എന്നുള്ളത്. പുഴുക്കളെന്ന് പറയുമ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് കളേഴ്സിൽ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെ യെല്ലോ കളർ യൂസ് ചെയ്യാണ്. കുറച്ച് അകലത്തിൽ വന്നിട്ട് യെല്ലോ കളർ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ലച്ചു വന്നിട്ടുണ്ട്. ലച്ചു എന്തൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. മൂപ്പരാൾക്ക് ഉറങ്ങാൻ വേണ്ടി പോയ ആളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ് കാണാനായിട്ട്. പിന്നെ ഞാൻ ലൈറ്റ് ഗ്രീൻ കളർ വന്നിട്ട് ആ യെല്ലോ കളറിൻ്റെ സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുപ്പിച്ചത് കൊടുത്തു. പിന്നെ നമുക്ക് ഡോട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. പുഴുക്കൾക്കൊക്കെ ഡോട്ട്സൊക്കെ കണ്ടിട്ടില്ലേ പച്ച മഞ്ഞ കളറിലൊക്കെ. അപ്പോൾ അതുപോലെ ഡോട്ട്സൊക്കെ ഇടാം. ഞാൻ ഓറഞ്ച് കളറും റെഡ് കളറും യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇട്ടത് കേട്ടോ. ഇതിനേക്കാളും ഭംഗിയാക്കാനായിട്ട് നമുക്ക് പറ്റും. ഉണ്ടാക്കുന്ന ആളുകളുടെ താല്പര്യപ്രകാരമാണല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്തു മാത്രമേ. അപ്പോൾ എൻ്റെ പുഴു റെഡി ആയിട്ടോ. അതിന് നമുക്കൊരു ചെറിയ ഒരു കുഴൽ പോലെ ഉണ്ടാക്കണം കേട്ടോ. ഓക്കെ, നമ്മളിതൊരു വടി പോലെ ഉണ്ടാക്കിയിട്ടാണ് പുഴുവിനെ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളറിൽ തന്നെ ഒരു ചെറിയ കഷ്ണം A4 ഷീറ്റ് മുറിച്ചെടുത്തു. അതുപോലെ ചുരുട്ടിയെടുത്തു കേട്ടോ. ചെറുതാക്കി ചുരുട്ടിയെടുത്ത് രണ്ട് സൈഡിൽ വന്നിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തു. ഇതിലും അതുപോലെ കുറച്ച് ഫെവിക്കോളിന് എടുത്താൽ മതി കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് എന്താ പറയുക നനവ് വരണ്ടല്ലോ, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ഇലയുടെ അഗ്രഭാഗം ഇട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ തണ്ട് പോലത്തെ ഭാഗമല്ലേ, ആ തണ്ട് പോലത്തെ അവിടെ വന്നിട്ട് നമ്മളിത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണേ. ഇതുപോലെ മെല്ലെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ ഭംഗിയിലെയാണ്. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു വടി പോലെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഞാൻ വടി പോലെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ പിങ്ക് കളർ A4 ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അത് അധികം വലുതൊന്നും വേണ്ട, നമുക്കൊരു ചെറിയ കഷ്ണമൊക്കെ മതി. അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഈർക്കിളി യൂസ് ചെയ്തിട്ട് തന്നെയാണ് ആ എന്താ പറയുക ചുരുട്ടിയെടുക്കുന്നത് കേട്ടോ.
അപ്പോൾ വടി പോലെ ചുരുട്ടിയെടുക്കാനായിട്ട് ഇർക്കിൾ യൂസ് ചെയ്തു. എന്നിട്ട് കണ്ടില്ലേ, അവസാനം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചെറിയ കുഴലുണ്ടാക്കിയല്ലോ, ഗ്രീൻ കളർ കുഴൽ, അപ്പം അതിലൂടെ ഇങ്ങനെ വെച്ച് കൊടുത്തു. കണ്ടോ, ഇപ്പോൾ ഇലയുടെ ഒരു പകുതി വരേക്കും, പകുതിയിൽ നിന്ന് പിന്നെ കുറച്ച് താഴത്തേക്ക് നീണ്ടു നിൽക്കുന്ന മാതിരിയാണ് നമ്മൾ ആ കുഴലുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മളതിൽ ഈ പുഴുവിനെ പേസ്റ്റ് ചെയ്യാൻ പോകണേ. എൻ്റെ പുഴുവിന് കുറച്ച് നീളം കൂടിയോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇച്ചിരി നീളം കുറച്ചുണ്ടാക്കിക്കോളൂ കേട്ടോ. അങ്ങനെ ഞാൻ പുഴുവിൻ്റെ 2 സൈഡിലും വന്നിട്ട് ഫെവിക്കോൾ തേച്ച് കൊടുക്കുകയാണേ. കുറച്ച് മതി കേട്ടോ, കാരണം ടിഷ്യൂ ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നനവ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കുഞ്ചു വന്നിട്ടുണ്ട്. കുഞ്ചു സ്കെച്ചൊക്കെ ഉപയോഗിച്ച് നല്ല കളിയാണ്. ആളിതിലൊക്കെ വന്ന് ഇരുന്നൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ ഇരുത്തിയെടുക്കുകയാണ്. ഓക്കെ, കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ പുഴുവിന് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു.